ഹലോ കുട്ടികളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടം വരെ ആയിരുന്നു പഠിച്ചു നിർത്തി? വെക്റ്റേഴ്സ് വരെ അല്ലായിരുന്നോ? ഇനി നമുക്ക് പഠിക്കേണ്ടത് അടുത്തത് വെൻ ദ സറൗണ്ടിങ്സ് ബിക്കം പൊല്യൂട്ടഡ്, പരിസരം മലിനമാകുമ്പോൾ. ഒബ്സർവ് ദ ഇല്ലസ്ട്രേഷൻ 2.4. താഴെ തന്നിരിക്കുന്ന ചിത്രം നോക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഡു സിമിലർ കണ്ടീഷൻസ് എക്സിസ്റ്റ് ഇൻ യുവർ സറൗണ്ടിങ്സ്. നമുക്ക് 2-3 ചിത്രം തന്നിട്ടുണ്ട്. നോക്കിക്കേ എന്തൊക്കെയാണ്. കുറേ വേസ്റ്റുകളെല്ലാം കൂടി കിടക്കുന്നതിൻ്റെ 2 ചിത്രം തന്നിരിക്കുന്നത് അല്ലേ. അവിടെ ആരൊക്കെ ഉണ്ട് നോക്കിയേ. ഹൗസ് ഫ്ലൈ ഉണ്ട്, കാക്കയുണ്ട്, റാറ്റുണ്ട്, ഡോഗുണ്ട് അല്ലേ. ഇങ്ങനെ കുറേ ജീവികളും ഉണ്ട്, കുറേ വേസ്റ്റും ഉണ്ടല്ലേ. ഇവിടെയൊക്കെ നമുക്ക് രോഗാണുക്കൾ ഉണ്ടാകുന്ന സ്ഥലങ്ങൾ. ഇതുപോലെ വേസ്റ്റ് കൂടി കിടന്ന് അവിടെ എന്തുണ്ടാകും? രോഗാണുക്കളുണ്ടാകും അല്ലേ. ഈ രോഗാണുക്കളെയൊക്കെ ആരാ കൊണ്ടുവരുന്നത്? എന്നിട്ട് ഈച്ചയും കൊതുകും എല്ലാം കൂടെ കൊണ്ടുവന്ന് നമുക്ക് അസുഖങ്ങൾ തരുന്നു അല്ലേ. ഈച്ച രോഗാണുക്കൾ അവിടെ പോയിരുന്ന് കൊണ്ടുവന്നിട്ട് നമ്മുടെ ഭക്ഷണങ്ങളിലൊക്കെ വന്നിരിക്കുകയും ആ ഭക്ഷണം കഴിക്കുന്നവർ നമുക്ക് അസുഖം ഉണ്ടാകുന്നു അല്ലേ. മോസ്കിറ്റോ അവിടെ നിന്ന് രോഗാണുകാരികളെ വഹിച്ചിട്ട് എന്ത് ചെയ്യും? നമ്മുടെ ദേഹത്ത് വന്ന് അത് കുത്തുമ്പോൾ, നമ്മുടെ ചോര കുടിക്കാൻ വേണ്ടി കുത്തുമ്പോൾ അത് നമ്മുടെ രക്തത്തിലേക്ക് കലരുകയും അങ്ങനെയാണ് നമുക്ക് ഡെങ്കു ഫീവറും ചിക്കൻ ഗുനിയൊക്കെ ഉണ്ടാകുന്നത് അല്ലേ. അപ്പം നമ്മുടെ പരിസരമൊക്കെ ഇങ്ങനെ വേസ്റ്റ് കൂടി കിടക്കുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. റൈറ്റ് ഡൗൺ ദ കണ്ടീഷൻസ് ഇൻ വിച്ച് വെക്റ്റേഴ്സ് മൾട്ടിപ്ലൈ. രോഗാണുവാഹകർ പെരുകുന്ന സാഹചര്യങ്ങൾ എഴുതി നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് വെക്റ്റേഴ്സ് തന്നിട്ടുണ്ട്. കണ്ടീഷൻസ് ഇൻ വിച്ച് ദേ മൾട്ടിപ്ലൈ. വെക്റ്റേഴ്സ് ഏതാ? ഹൗസ് ഫ്ലൈ എന്ന് വെച്ചാൽ എന്തോ നമുക്കറിയാം, ഈച്ച അല്ലേ. അപ്പോൾ കണ്ടീഷൻസ് ഇൻ വിച്ച് ദേ മൾട്ടിപ്ലൈ, അവ പെരുകുന്ന സാഹചര്യങ്ങൾ, ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഹൗസ് ഫ്ലൈ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ എഴുതാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെ സാഹചര്യങ്ങളിലായിരിക്കും ഹൗസ് ഫ്ലൈ ഒക്കെ മൾട്ടിപ്ലൈ ഉണ്ടാകുന്നത്? ഗാർബേജ് ആൻഡ് വേസ്റ്റ് ഡംപ്സ്. നോക്കി, ഗാർബേജ് ആൻഡ് വേസ്റ്റ് ഡംപ്സ് എന്ന് വെച്ചാൽ എന്തുവാ? ഒരുപാട് വേസ്റ്റുകളൊക്കെ കൂട്ടിയിട്ടിരിക്കുന്ന സ്ഥലത്ത് ഹൗസ് ഫ്ലൈ ഉണ്ടാകും അല്ലേ. പിന്നെ എങ്ങനെയുള്ള സാഹചര്യമായിരിക്കും, കണ്ടീഷനിലായിരിക്കും ഉണ്ടാകുന്നത്? റോട്ടിംഗ് ഫുഡ് അല്ലേ. റോട്ടിംഗ് ഫുഡ് എന്ന് വെച്ചാൽ ചീഞ്ഞ ഭക്ഷണങ്ങളൊക്കെ ഉള്ള സ്ഥലത്ത് ഹൗസ് ഫ്ലൈ ഉണ്ടാവും. പിന്നെ എന്തുവാ? മാനുവർ ആൻഡ് അതർ ഡീക്കേ മാറ്റർ. ഈ ചീഞ്ഞ വസ്തുക്കളൊക്കെ ചീഞ്ഞ് അല്ലേ, നമ്മൾ പഴകിയ വസ്തുക്കളൊക്കെ ചീഞ്ഞളിയുമ്പോൾ അവിടെ എന്തുണ്ടാകുന്നു? ഹൗസ് ഫ്ലൈ ഉണ്ടാകുന്നു. അപ്പം ഹൗസ് ഫ്ലൈ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ, കണ്ടീഷൻസ് ഏതൊക്കെയാണ്? ഗാർബേജ് ആൻഡ് വാട്ടർ ഡംപ്സ്, റോട്ടിംഗ് ഫുഡ്, മാനുവർ ആൻഡ് അതർ ഡീക്കേ മാറ്റർ അല്ലേ. ഗാർബേജ് ആൻഡ് വേസ്റ്റ് ഡംപ്സ്. വേസ്റ്റ് ഡംപ്സ് എന്ന് വെച്ചാൽ എന്തോ? കുറേ വേസ്റ്റുകളൊക്കെ കൂട്ടിക്കൊണ്ടിടുന്ന സ്ഥലം അല്ലേ. അപ്പോൾ ഗാർബേജ് ആൻഡ് വേസ്റ്റ് ഡംപ്സ്, റോട്ടിംഗ് ഫുഡ്, മാനുവർ ആൻഡ് അതർ ഡീക്കേ മാറ്റർ. ഇവിടെയൊക്കെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് എന്തുണ്ടാകുന്നത്? ഹൗസ് ഫ്ലൈ അല്ലെങ്കിൽ ഈച്ച ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ. അടുത്തത് എന്തോ പറഞ്ഞിരിക്കുന്നത്? കൊതുക്, മോസ്കിറ്റോ എവിടെയാണ് ഉണ്ടാകുന്നത്? മോസ്കിറ്റോസ് ബ്രീഡ് ഇൻ ഡിസ്കാർഡഡ് പ്ലാസ്റ്റിക് ബാഗ്സ്, ബോട്ടിൽസ്, കോക്കനട്ട് ഷെൽസ് ആൻഡ് സ്റ്റാഗ്നന്റ് വാട്ടർ. എന്ന് വെച്ചാൽ എന്തുവാ? ഉപേക്ഷിച്ച പ്ലാസ്റ്റിക് കവറുകളിലും കുപ്പികളിലും ചിരട്ടകളിലും കെട്ടിക്കിടക്കുന്ന ജലത്തിലും കൊതുക് മുട്ടയിട്ട് വളരുന്നു. അപ്പോൾ കൊതുക് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള കണ്ടീഷൻസ് ഏതൊക്കെയാണ്? മോസ്കിറ്റോസ് ബ്രീഡിങ് ഡിസ്കാർഡഡ് പ്ലാസ്റ്റിക് ബാഗ്സ് അല്ലേ, നമ്മൾ ഉപേക്ഷിച്ച പ്ലാസ്റ്റിക് ബാഗുകൾ. പിന്നെന്താ? ബോട്ടിൽസ്, കുപ്പികൾ. കോക്കനട്ട് ഷെൽസ് എന്ന് വെച്ചാൽ ചിരട്ടകൾ. നമ്മൾ തേങ്ങയുടെ ചിരട്ടയൊക്കെ ചുമ്മാ നമ്മൾ പറമ്പിലേക്ക് വലിച്ചെറിയുമ്പോൾ മഴ പെയ്യുമ്പോൾ അതിനകത്ത് വെള്ളമൊക്കെ കെട്ടിക്കിടന്ന് അതിനകത്ത് കൊതുകിൻ്റെ കൂത്താടികളൊക്കെ വളർന്ന് അത് വലിയ കൊതുകായി നമുക്ക് രോഗങ്ങൾ പരത്തുന്നു. അപ്പോൾ അത് കൊതുകൊണ്ടാനുള്ള ഒരു സാഹചര്യമാണ്. പിന്നെ ഇതാ കെട്ടിക്കിടക്കുന്ന ജലത്തിൽ അല്ലേ, സ്റ്റാഗ്നന്റ് വാട്ടർ എന്ന് വെച്ചാൽ കെട്ടിക്കിടക്കുന്ന ജലം. ഇവിടെയൊക്കെയാണ് എന്തുണ്ടാകുന്നത്? കൊതുക് ഉണ്ടാകുന്നത്. പിന്നെ അടുത്തത് പറഞ്ഞിരിക്കുന്നത് എലി അല്ലെങ്കിൽ റാറ്റ് അല്ലേ. റാറ്റ് എവിടെയൊക്കെ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്? അർബൻ ഏരിയാസ് വിത്ത് പുവർ സാനിറ്റേഷൻ അല്ലേ. ഒട്ടും വൃത്തിയില്ലാത്ത അർബൻ ഏരിയാസ്, ഈ പട്ടണങ്ങളിലൊക്കെ ഒട്ടും വൃത്തിയില്ലാത്ത ഈ വേസ്റ്റുകളൊക്കെ കൂട്ടിയിടുന്ന സ്ഥലത്ത് എന്തുണ്ടാവും? റാറ്റ് ഉണ്ടാവും. പിന്നെ പ്ലേസസ് വിത്ത് അബണ്ടൻറ്റ് ഫുഡ് വേസ്റ്റ്. അത് തന്നെ, ഫുഡ് വേസ്റ്റുകൾ നിറച്ച് കൂട്ടിയിടുന്ന സ്ഥലത്ത് വൃത്തിയില്ലാത്ത സ്ഥലത്തൊക്കെ എന്തുണ്ടാവും? റാറ്റ് ഉണ്ടാവും. റാറ്റ് എവിടെയൊക്കെ കാണപ്പെടുന്നത്? സിവേഴ്സ് ആൻഡ് ബേസ്മെൻറ്റ്സ്. സിവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തുവാ? ഓവുചാലുകൾ അല്ലേ. ഓവുചാലുകളിലൊക്കെ റാറ്റിനെ കാണുന്നു. പിന്നെ എവിടെയാണ് കാണുന്നത്? ബേസ്മെൻറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റോർ റൂമുകളൊക്കെ ഇല്ലേ, നമുക്ക് വേണ്ടാത്ത സാധനങ്ങളൊക്കെ കൂട്ടിയിടുന്ന സ്റ്റോർ റൂമുകളിലൊക്കെ റാറ്റ് ഉണ്ടാവും. പിന്നെ ഏത് കണ്ടീഷനിലാണ് ഉണ്ടാകുന്നത്? അഗ്രികൾച്ചറൽ ഏരിയാസ് വിത്ത് സ്റ്റോർഡ് ഗ്രെയിൻ അല്ലേ. നമ്മൾ ധാന്യങ്ങളൊക്കെ കൃഷി സ്ഥലങ്ങളിൽ നിന്ന് ശേഖരിക്കുന്ന ധാന്യങ്ങളൊക്കെ നമ്മൾ കൂട്ടിയിടുന്ന സ്ഥലത്ത് എന്തുണ്ടാകുന്നു?
റാറ്റ് ഉണ്ടാകുന്നു അല്ലേ. ഇവിടെയൊക്കെയാണ് നമുക്ക് ഈ രോഗാണുവാഹകർ അല്ലെങ്കിൽ വെക്ടേഴ്സ് വളരാനിടയായ സാഹചര്യങ്ങൾ. ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ, വാട്ട് ക്യാൻ വി ഡു ടു കൺട്രോൾ വെക്ടേഴ്സ്? രോഗാണുവാഹകർ അല്ലെങ്കിൽ വെക്ടേഴ്സിനെ നിയന്ത്രിക്കാൻ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കും? ഡിസ്കസ് ഇൻ ദ ക്ലാസ് ആൻഡ് റൈറ്റ് ഡൗൺ ഇൻ ദ സയൻസ് ഡയറി. നിങ്ങൾ ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ട് അത് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ലെറ്റസ് കൺട്രോൾ മോസ്കിറ്റോസ്. കൊതുകിനെ നമുക്ക് നിയന്ത്രിക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് കൊതുകിനെ എങ്ങനെ നിയന്ത്രിക്കാം നോക്കാം, എങ്ങനെ കൺട്രോൾ ചെയ്യാം അല്ലേ, നോക്കാം. വി ക്യാൻ പ്രിവെൻറ്റ് മെനി ഡിസീസസ് ബൈ കൺട്രോളിങ് മോസ്കിറ്റോസ്. ഈ കൊതുകിനെ നിയന്ത്രിച്ചാൽ തന്നെ നമുക്ക് എന്ത് പറ്റും? കുറേയേറെ രോഗങ്ങൾ നമുക്ക് തടയാൻ പറ്റും അല്ലേ. ഈസ് ഇറ്റ് ഇനഫ് ടു എലിമിനേറ്റ് മോസ്കിറ്റോ ബ്രീഡിംഗ് കണ്ടീഷൻസ് ഓൺലി ഇൻ അവർ ഹോം? കൊതുക് വളരുന്ന സാഹചര്യം നമ്മുടെ വീട്ടു പരിസരങ്ങളിൽ മാത്രം ഇല്ലാതാക്കിയാൽ മതിയോ? നമുക്ക് നോക്കാം. നമുക്ക് 2 പേരുടെ സംഭാഷണം തന്നിട്ടുണ്ട്. ആരുടെയൊക്കെയാണ് സംഭാഷണം തന്നിരിക്കുന്നത്? ഒരു ഹൗസ് ഫ്ലൈയുടെയും ഒരു മോസ്കിറ്റോയുടെ കോൺവെർസേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം അതിനകത്ത് മോസ്കിറ്റോ പറയുവാണ്, വി കാൺ സർവൈവ് ഹിയർ. എന്താ പറയുന്നത്? ഇവിടെ ഇനി രക്ഷയില്ല. വി ഹാവ് ടു ലുക്ക് ഫോർ അതർ പ്ലേസസ് ടു ലേക്സ്. നമുക്ക് മുട്ടയിടാൻ വേറെ സ്ഥലം നോക്കണം. അപ്പോൾ ഹൗസ് ഫ്ലൈ എന്ത് പറയുന്നു? ദിസ് ലൊക്കാലിറ്റി ഈസ് ക്ലീൻ. ഈ ലൊക്കാലിറ്റി എന്തായിപ്പോയി? ക്ലീൻ ആയിപ്പോയി അല്ലേ, നല്ല വൃത്തിയുള്ളതായിപ്പോയി. വി കനോട്ട് ലിവ് ഹിയർ. നമുക്കിവിടെ താമസിക്കാൻ അല്ലെങ്കിൽ ജീവിക്കാൻ പറ്റുകയില്ല. അപ്പോൾ എന്താ നമുക്ക് മനസ്സിലാക്കേണ്ടത്? വളരെ വൃത്തിഹീനമായ സ്ഥലത്ത് മാത്രമേ, വൃത്തിഹീനമായതും വേസ്റ്റുകളൊക്കെ കൂട്ടിയിട്ടിരിക്കുന്ന സ്ഥലത്താണ് എന്തുണ്ടാകുന്നത്? മോസ്കിറ്റോയും ഹൗസ് ഫ്ലൈ ഒക്കെ ഉണ്ടാകുന്നത് അല്ലേ. വൃത്തിയുള്ള സ്ഥലങ്ങളിൽ ഇവ ഉണ്ടാവുമോ? വളരുമോ? ഇല്ല. അപ്പം നമ്മുടെ വീടും പരിസരത്തിൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? നമ്മുടെ വീടും പരിസരമൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? വൃത്തിയായി, വേസ്റ്റ് ഒന്നുമില്ലാതെ വൃത്തിയായി സൂക്ഷിക്കണം. ഓക്കെ അല്ലേ മക്കളെ? അടുത്ത് നോക്കാം. അവോയ്ഡിങ് വാട്ടർ ലോഗിങ്, റിമൂവിങ് ഗ്രാസ് ആൻഡ് വീഡ്സ് അറൗണ്ട് റെസിഡൻസസ് ആൻഡ് ക്ലീനിങ് ഡ്രെയിൻസ് ആർ എ ഫ്യൂ വേസ് ടു പ്രിവെൻറ്റ് മോസ്കിറ്റോ ബ്രീഡിങ്. അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നതാണ് മോസ്കിറ്റോ ബ്രീഡിങ്ങിനെ. എന്ന് വെച്ചാൽ മോസ്കിറ്റോ വളർന്ന് പെരുകുന്നതിന് നമുക്ക്, അല്ലെങ്കിൽ മോസ്കിറ്റോ മുട്ടയിട്ട് വളരുന്നതിന് നമുക്ക് എങ്ങനെ അവോയ്ഡ് ചെയ്യാൻ പറ്റും? എങ്ങനെയൊക്കെ പറ്റും? അവോയ്ഡിങ് വാട്ടർ ലോഗിങ്, വെള്ളം കെട്ടിക്കിടക്കുന്നത് ഒഴിവാക്കൽ അല്ലേ. വെള്ളം കെട്ടിക്കിടക്കുന്നത് നമ്മളിപ്പം എവിടെയെങ്കിലും വെള്ളം കെട്ടിക്കിടക്കുന്നത്, അത് കോക്കനട്ട് ഷെല്ലിൽ അല്ലെങ്കിൽ ചിരട്ടയിലൊക്കെ വെള്ളം കെട്ടിക്കിടക്കുന്നത് കണ്ട് നമ്മളത് മറിച്ച് കളയുക. വെള്ളം കെട്ടിക്കിടക്കുന്നത് ഒഴിവാക്കൽ. പിന്നെന്തുവാ? റിമൂവിങ് ഗ്രാസ് ആൻഡ് വീഡ്സ് അറൗണ്ട് റെസിഡൻസസ്. പാർപ്പിടങ്ങൾക്കല്ല, വീടുകൾക്ക് ചുറ്റുമുള്ള പുല്ലും പാഴ്ചെടികളൊക്കെ നമ്മൾ പറിച്ച് ദൂരെ കളയണം അല്ലേ. അവയെല്ലാം നീക്കം ചെയ്യണം. പിന്നെ എന്തുവാ പറഞ്ഞിരിക്കുന്നത്? ആൻഡ് ക്ലീനിങ് ഡ്രെയിൻസ് ആർ എ ഫ്യൂ വേഴ്സ്. നമ്മുടെ ഓടകളൊക്കെ ശുചിയാക്കണം അല്ലേ. ഓടകൾ ശുചീകരിക്കുക എന്നിവയിലൊക്കെ നമുക്ക് കൊതുക് പെരുകുന്നത് അല്ലെങ്കിൽ മോസ്കിറ്റോ വളരുന്നത് അല്ലെങ്കിൽ പെരുകുന്നത് തടയാൻ നമുക്ക് സാധിക്കും അല്ലേ. അപ്പോൾ എങ്ങനെയൊക്കെ നമുക്ക് മോസ്കിറ്റോ പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും? അവോയ്ഡിങ് വാട്ടർ ലോഗിങ്, റിമൂവിങ് ഗ്രാസ് ആൻഡ് വീഡ്സ് അറൗണ്ട് റെസിഡൻസസ് ആൻഡ് ക്ലീനിങ് ഡ്രെയിൻസ് അല്ലേ. ഈ വഴികളിലൂടെയെല്ലാം നമുക്ക് മോസ്കിറ്റോയെ പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും. നമ്മൾ ചിത്രം നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? നമുക്ക് ഒരു കോയിലിൻ്റെ ചിത്രം തന്നിട്ടുണ്ട്, ഒരു മോസ്കിറ്റോ റെപ്പല്ലൻറ്റിൻ്റെ ചിത്രം തന്നിട്ടുണ്ട്, മോസ്കിറ്റോ ബാറ്റ്, മോസ്കിറ്റോ നെറ്റ്, ഇവയെല്ലാം തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ചിത്രം നോക്കിയിട്ട് നമ്മളോട് താഴെ തന്നിരിക്കുന്നത് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം, വായിച്ച് നോക്കാം. വാട്ട് ആർ ദ പ്രിക്കോഷൻസ് ടു അവോയ്ഡ് മോസ്കിറ്റോ ബൈറ്റ്സ്? എന്താ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്? കൊതുക് കടി ഏൽക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ എന്തെല്ലാമാണ് നമുക്ക് കൊതുകടി ഏൽക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ? ഒന്നാമത്തെ നമുക്ക് തന്നിട്ടുണ്ട്, കീപ് ഡോർസ് ആൻഡ് വിൻഡോസ് ക്ലോസ്ഡ് ഇൻ ദ ഈവനിങ്. സന്ധ്യാസമയത്ത് നമ്മുടെ വാതിലും ജനലും എല്ലാം അടച്ചിടുക അല്ലേ. അപ്പം നമുക്ക് കൊതുക് ഉണ്ടാകത്തില്ല വീടുകളിൽ. പിന്നെ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? നമ്മളോട് പറഞ്ഞിരിക്കുന്നത് മോസ്കിറ്റോ റെപ്പല്ലൻ്റ് ഉപയോഗിക്കുക അല്ലേ. മോസ്കിറ്റോ റെപ്പല്ലൻ്റ് ഉപയോഗിക്കുക, കോയിൽ ഉപയോഗിക്കുക, യൂസ് കോയിൽ അല്ലേ, കോയിൽ ഉപയോഗിക്കുക. പിന്നെ എന്താ, യൂസ് ബാറ്റ് അല്ലേ, മോസ്കിറ്റോ ബാറ്റ് ഉപയോഗിക്കാം. പിന്നെന്താ, മോസ്കിറ്റോ നെറ്റ്. അപ്പോൾ ഈ സാധനങ്ങൾ ഉപയോഗിക്കുന്ന വഴി നമുക്ക് മോസ്കിറ്റോയുടെ ബൈറ്റ്സിൽ നിന്ന് നമുക്ക് രക്ഷ നേടാം. എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് നമ്മൾ എടുക്കേണ്ടത് മോസ്കിറ്റോ ബൈറ്റ്സിനെ അവോയ്ഡ് ചെയ്യാൻ?
കീപ് ഡോർസ് ആൻഡ് വിൻഡോസ് ക്ലോസ്ഡ് ഇൻ ദ ഈവനിങ്, യൂസ് മോസ്കിറ്റോ റിപ്പല്ലൻറ്റ്, യൂസ് മോസ്കിറ്റോ കോയിൽ, യൂസ് മോസ്കിറ്റോ ബാറ്റ്, പിന്നെന്തുവാ യൂസ് മോസ്കിറ്റോ നെറ്റ്. ഇവയെല്ലാം ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? മോസ്കിറ്റോ ബാറ്റ്സിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം. അടുത്ത് നോക്കിക്കേ, വിൽ ദ ഹൈജീൻ ഓഫ് അവർ സറൗണ്ടിങ്സ് ബി ഇനഫ് ടു പ്രിവെൻറ്റ് ദ സ്പ്രെഡ് ഓഫ് ഡിസീസ്. നമ്മളോട് പറഞ്ഞിരിക്കുക ഈ രോഗം പകരാതിരിക്കാൻ വേണ്ടി ഈ നമ്മുടെ പരിസര ശുചിത്വം മാത്രം ഉറപ്പാക്കിയാൽ മതിയോ, നമ്മുടെ സറൗണ്ടിങ്സിൻ്റെ ക്ലീനിങ് മാത്രം നമ്മൾ നോക്കിയാൽ മതിയോ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ലെറ്റ് us see some other things to keep in mind. ശ്രദ്ധിക്കേണ്ട മറ്റു ചില കാര്യങ്ങൾ കൂടി നോക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നമുക്കൊരു ടേബിൾ തന്നിട്ടുണ്ട്. ഡിസീസസ്, രോഗങ്ങൾ. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? തിങ്സ് ടു കീപ്പ് ഇൻ മൈൻഡ് ടു പ്രിവെൻറ്റ് ഡിസീസസ്. രോഗങ്ങൾ വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും കൂടെയാണ് നമുക്ക് ഈ ടേബിൾ തന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം 1 by 1 ആയിട്ട്. ഡിസീസിൻ്റെ താഴെ ഡിസീസസ് ദാറ്റ് സ്പ്രെഡ് ത്രൂ ഫുഡ് ആൻഡ് വാട്ടർ. ആഹാരത്തിലൂടെയും ജലത്തിലൂടെയും പകരുന്ന രോഗങ്ങൾ. ഇവയെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ എന്താ, ഈ രോഗങ്ങൾ വരാതിരിക്കാൻ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് നോക്കാം. യൂസ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആഫ്റ്റർ വാഷിംഗ്. എന്താ ചെയ്യേണ്ടേ? പഴങ്ങളും പച്ചക്കറികളും നമ്മൾ കഴുകി മാത്രം ഉപയോഗിക്കുക. കീപ് ഫുഡ് ഐറ്റംസ് കവേർഡ്. പിന്നെന്തുവാ? ഭക്ഷണ സാധനങ്ങൾ അടച്ച് സൂക്ഷിക്കുക. ഡ്രിങ്ക് ബോയിൽഡ് വാട്ടർ എന്ന് വെച്ചാൽ എന്തുവാ? തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക. അപ്പം ആഹാരത്തിലൂടെയും ജലത്തിലൂടെയും പകർന്ന രോഗങ്ങളെ നമുക്ക് എങ്ങനെയെല്ലാം വരാതിരിക്കാൻ പ്രിവെൻറ്റ് ചെയ്യാം? യൂസ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആഫ്റ്റർ വാഷിംഗ്. പഴങ്ങളും പച്ചക്കറികളും കഴുകി ഉപയോഗിക്കുക. കീപ് ഫുഡ് ഐറ്റംസ് കവേർഡ്. ഭക്ഷണ സാധനങ്ങൾ അടച്ച് സൂക്ഷിക്കുക. പിന്നെന്തുവാ? ഡ്രിങ്ക് ബോയിൽഡ് വാട്ടർ. തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന വഴി നമുക്ക് ഈ ഫുഡിലൂടെയും വാട്ടറിലൂടെയും പകരുന്ന രോഗങ്ങൾ ഒരു പരിധി വരെ നമുക്ക് തടയാൻ സാധിക്കും. പിന്നെ അടുത്ത് നോക്കിയേ, ഡിസീസസ് ദാറ്റ് സ്പ്രെഡ് ത്രൂ എയർ ആൻഡ് കോണ്ടാക്റ്റ്. വായുവിലൂടെയും സമ്പർക്കത്തിലൂടെയും പകരുന്ന രോഗങ്ങൾ അവയെ നമുക്ക് എങ്ങനെ വരാതിരിക്കാൻ തടയാം? അവോയ്ഡ് കോണ്ടാക്ട് വിത്ത് ദ സിക്ക് പേഴ്സൺ. സിക്ക് പേഴ്സൺ എന്ന് വെച്ചാൽ രോഗി അല്ലേ? രോഗിയുമായുള്ള സമ്പർക്കം ഒഴിവാക്കുക. പിന്നെന്തുവാ? ഡോണ്ട് യൂസ് ദ സിക്ക് പേഴ്സൺസ് ഹാൻഡ്കർച്ചീഫ്, ക്ലോസ് എക്സെട്ര. എന്ന് വെച്ചാൽ എന്തുവാ? രോഗിയുടെ തൂവാല, വസ്ത്രങ്ങൾ മുതലായവ ഉപയോഗിക്കാതിരിക്കുക അല്ലേ? യൂസ് മാസ്ക്. മാസ്ക് ഉപയോഗിക്കുക. നമ്മൾ കൊറോണ വന്നപ്പോൾ എല്ലാവരും മാസ്ക് ഉപയോഗിച്ചവരല്ലേ? അപ്പോൾ അറിയാമല്ലോ മാസ്കിൻ്റെ ഉപയോഗം. മാസ്ക് ഉപയോഗിക്കുക. പിന്നെന്തുവാ? മെയിൻറ്റെയിൻ പേഴ്സണൽ ഹൈജീൻ. വ്യക്തി ശുചിത്വം പാലിക്കുക. നമ്മളെപ്പോഴും വൃത്തിയായ ദിവസവും കുളിക്കുകയും പല്ല് തേക്കുകയും ഒക്കെ ചെയ്യണം. വ്യക്തി ശുചിത്വം നമ്മൾ പേഴ്സണൽ ഹൈജീൻ നമ്മൾ പാലിക്കണം. അപ്പം വായുവിലൂടെയും സമ്പർക്കത്തിലൂടെയും ഉണ്ടാകുന്ന രോഗങ്ങൾ എങ്ങനെയൊക്കെ തടയാം? മിസ് ഒന്നുകൂടെ പറയട്ടെ. അവോയ്ഡ് കോണ്ടാക്ട് വിത്ത് ദ സിക്ക് പേഴ്സൺ എന്ന് വെച്ചാൽ മനസ്സിലായല്ലോ, രോഗിയുമായുള്ള സമ്പർക്കം ഒഴിവാക്കുക. ഡോണ്ട് യൂസ് ദ സിക്ക് പേഴ്സൺസ് ഹാൻഡ്കർച്ചീഫ്, ക്ലോസ് എക്സെട്ര. രോഗിയുടെ തൂവാല, വസ്ത്രങ്ങൾ എന്നിവ ഉപയോഗിക്കാതിരിക്കുക. യൂസ് മാസ്ക്. മാസ്ക് ഉപയോഗിക്കുക. മെയിൻറ്റെയിൻ പേഴ്സണൽ ഹൈജീൻ. വ്യക്തി ശുചിത്വം പാലിക്കുക. പിന്നെ നമ്മൾക്ക് തന്നിരിക്കുന്നത് ഡിസീസസ് ദാറ്റ് സ്പ്രെഡ് ത്രൂ സോയിൽ ആൻഡ് സീവേജ്. എന്ന് വെച്ചാൽ എന്തുവാ? മലിനജലത്തിൽ. സീവേജ് എന്ന് വെച്ചാൽ മലിനജലം. സീവേജ് മലിനജലത്തിലൂടെയും അതുപോലെ തന്നെ മണ്ണിലൂടെയും മലിനജലത്തിലൂടെയും പകരുന്ന രോഗങ്ങളാണ്. ആ രോഗങ്ങളെ നമുക്ക് എങ്ങനെ തടയാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. യൂസ് ഫുട്വെയർ എന്ന് വെച്ചാൽ എന്തുവാ? ചെരുപ്പ് ഉപയോഗിക്കുക അല്ലേ? പിന്നെന്തുവാ? പ്രിവെൻറ്റ് വൂഡ്സ് ഇൻ ദ ബോഡി ഫ്രം ഗെറ്റിംഗ് ഇൻ ടു കോണ്ടാക്ട് വിത്ത് സീവേജ്. അപ്പോൾ എന്ത് ചെയ്യേണ്ടേ? നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലുമൊക്കെ മുറിവുണ്ടെങ്കിൽ ആ മുറിവുകൾ മലിനജലവുമായി സമ്പർക്കത്തിൽ വരാതെ, മലിനജലത്തിൽ തൊടാതെ, അല്ലെങ്കിൽ മലിനജലം നമ്മുടെ മുറിവിൽ പറ്റാതെ നമ്മൾ സൂക്ഷിക്കുക. മലിനജലവുമായി സമ്പർക്കത്തിൽ വരാതെ സൂക്ഷിക്കുക. പിന്നെന്തുവാ? വാഷ് ഹാൻഡ്സ് ആൻഡ് ലെഗ്സ് വിത്ത് സോപ്പ് ഇഫ് ഗെറ്റ് ഡേർട്ടി. മണ്ണും ചെളിയും പുരണ്ടാൽ നമ്മളെ കൈകാലുകൾ എന്ത് ചെയ്യണം? കൈകാലുകൾ വൃത്തിയായിട്ട് സോപ്പിട്ട് കഴുകണം. മനസ്സിലായല്ലോ? അപ്പോൾ ഇത് പഠിച്ചു വയ്ക്കണം കേട്ടോ നിങ്ങൾ. അടുത്ത എന്തുവാ? വാട്ട് ക്യാൻ യു ഡു ടു എൻഷുർ ദാറ്റ് യുവർ ഹോം, സ്കൂൾ ആൻഡ് വാഷ്റൂംസ് ആർ ക്ലീൻ ടു പ്രിവെൻറ്റ് ഡിസീസ്? എന്താ പറഞ്ഞിരിക്കുന്നത്? രോഗങ്ങൾ വരാതിരിക്കാൻ നിങ്ങളുടെ വീട്, വിദ്യാലയം, സ്കൂളുകൾ, ശുചിമുറികൾ, നമ്മുടെ ബാത്റൂംസുകളൊക്കെ എന്നിവയുടെ ശുചിത്വം ഉറപ്പാക്കാൻ എന്തെല്ലാം ചെയ്യാമെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്.
അടുത്തത് കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഇൻ ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ്. ഇനി എന്താ? പകർച്ചവ്യാധികൾ. കമ്മ്യൂണിക്കബിൾ ഡിസീസ് നമ്മൾ പഠിച്ചു അല്ലേ? ഒരാളിൽ നിന്ന് മറ്റൊരാളേക്ക് പകരുന്ന രോഗങ്ങളെ പറയുന്ന പേരാണ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. കമ്മ്യൂണിക്കബിൾ ഡിസീസ്. അപ്പം ഇത്ര നേരം നമ്മൾ പഠിച്ച മനുഷ്യരിൽ വരുന്ന കമ്മ്യൂണിക്കബിൾ ഡിസീസാണ്. ഇനി നമുക്ക് ഈ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആരിലും ഉണ്ടാകും? മൃഗങ്ങളിലും ഉണ്ടാകും, സസ്യങ്ങളിലും ഉണ്ടാകും അല്ലേ? മനുഷ്യനെ മാത്രമാണോ ഇത് ബാധിക്കുന്നത്? അല്ല, സസ്യങ്ങളെയും ബാധിക്കും, മൃഗങ്ങളെയും ബാധിക്കും. അപ്പം അടുത്ത ടോപ്പിക് എന്താ? പകർച്ചവ്യാധികൾ മൃഗങ്ങളിലും സസ്യങ്ങളിലും എന്നാണ് അടുത്ത ടോപ്പിക്ക്. ഓക്കെ, ഡു കമ്മ്യൂണിക്കബിൾ ഡിസീസസ് അഫക്റ്റ് ഓൺലി ഹ്യൂമൻസ്? മനുഷ്യന് മാത്രമാണോ പകർച്ചവ്യാധികൾ ബാധിക്കാറുള്ളത്? സീ ദ ന്യൂസ് പേപ്പർ റിപ്പോർട്ട്സ്. ഈ പത്രവാർത്തകൾ നോക്കൂ. താഴെ നമുക്ക് കുറച്ച് പത്രവാർത്ത തന്നിട്ടുണ്ടല്ലേ? നോക്കിയേ, കുറച്ച് ഡോഗിൻ്റെ പടം തന്നിട്ട് നോക്കിയേ. വയനാട്ടിൽ എന്ത് ഡിസീസാണ്? ക്യാനൈൻ ഡിസ്റ്റംബർ എന്ന് പറഞ്ഞാൽ ക്യാനൈൻ ഡിസ്റ്റംബർ എന്ന് പറഞ്ഞൊരു ഡോഗ്സിനുണ്ടാകുന്ന ഒരു കമ്മ്യൂണിക്കബിൾ ഡിസീസാണ് ക്യാനൈൻ ഡിസ്റ്റംബർ. അതുണ്ടായി പട്ടികളൊക്കെ നടക്കുന്നതാണ്, പട്ടികൾ ചത്തുപോകുന്നതാണ്, ചത്തുപോയിട്ടുള്ളതായിട്ടാണ് പത്രത്തിൽ പറയുന്നത്. അപ്പം പട്ടികൾക്കുണ്ടാകുന്ന കമ്മ്യൂണിക്കബിൾ ഡിസീസാണ് ക്യാനൈൻ ഡിസ്റ്റംബർ. പിന്നെ നോക്കിക്കേ താഴെ കാറ്റിൽസ് അല്ലേ? കാറ്റിൽസ് എന്ന് വെച്ചാൽ നമ്മുടെ കൗവിലൊക്കെ ഉണ്ടാകുന്ന കമ്മ്യൂണിക്കബിൾ ഡിസീസാണ് ലംബി സ്കിൻ ഡിസീസ്. അവരുടെ സ്കിന്നിനുണ്ടാകുന്ന ഒരു തരത്തിലുള്ള കമ്മ്യൂണിക്കബിൾ ഡിസീസാണ് ലംബി സ്കിൻ ഡിസീസ്. പിന്നെ നോക്കിയേ, ആഫ്രിക്കൻ സ്വൈൻ ഫീവർ റിപ്പോർട്ട് ഇൻ കേരളാസ്. പത്തനംതിട്ടയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു പന്നികൾക്ക് ഉണ്ടാകുന്ന ഒരു തരത്തിലുള്ള കമ്മ്യൂണിക്കബിൾ ഡിസീസാണ് ആഫ്രിക്കൻ സ്വൈൻ ഫീവർ, പന്നിപ്പനി അല്ലേ? അത് അവരിൽ ഉണ്ടാകുന്ന ഒരു കമ്മ്യൂണിക്കബിൾ ഡിസീസാണ്. പിന്നെ നോക്കിക്കേ, കുറേ കോഴികളൊക്കെ ചത്ത് കിടക്കുന്നുണ്ടോ? കോഴികൾക്കൊക്കെ ഉണ്ടാകുന്ന അസുഖമാണ് ബേർഡ് ഫ്ലൂ അല്ലേ? പക്ഷിപ്പനി അല്ലെങ്കിൽ ബേർഡ് ഫ്ലൂ എന്ന് പറയും. അതുപോലെ ഒരുപാട് താറാവും കോഴിയൊക്കെ ചത്തുപോകുന്നു. അപ്പം മനുഷ്യർക്ക് മാത്രമാണ് ഉണ്ടാകുന്നത് കമ്മ്യൂണിക്കബിൾ ഡിസീസ്? അല്ല അല്ലേ? മൃഗങ്ങളിലും ഉണ്ടാകുന്നു. ഓക്കെ, ഹാവ് യു ഒബ്സർവ്ഡ് ദ പ്ലാന്റ്സ് ദാറ്റ് ഹാവ് കമ്മ്യൂണിക്കബിൾ ഡിസീസ്? നോക്കിയേ, ഇപ്പോൾ നമ്മൾ മൃഗങ്ങളുടെ കാര്യം പറഞ്ഞു. ഇനി പകർച്ചവ്യാധികളെ ബാധിച്ച സസ്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചിത്രങ്ങൾ നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കിക്കേ, ആദ്യത്തെ ചിത്രം എന്നാ പറഞ്ഞിരിക്കുന്നത്? ബ്രൗൺ ലീഫ് സ്പോട്ട് ഡിസീസ് ഇൻ റൈസ്. നെല്ലിലെ തവിട്ടിലപ്പുള്ളി എന്നാണ് പറയുന്നത്. നെല്ലിലെ തവിട്ടിലപ്പുള്ളി എന്നാണ് ബ്രൗൺ ലീഫ് സ്പോട്ട് ഡിസീസ് ഇൻ റൈസ്. നെല്ലിലെ തവിട്ട് ഇലപ്പുള്ളി എന്നും പറഞ്ഞൊരു അസുഖമാണ് ഈ നമ്മുടെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ബ്രൗൺ ലീഫ് സ്പോട്ട് ഡിസീസ് ഇൻ റൈസ്. പിന്നെ നോക്കിയേ, മൊസൈക്ക് ഡിസീസ് ഇൻ പീ പ്ലാന്റ്സ്. പയറിലെ മൊസൈക്ക് രോഗം അല്ലേ? അതാണ് നമുക്ക് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ഇത് ചെടികളിലുണ്ടാകുന്ന, സസ്യങ്ങളിലുണ്ടാകുന്ന കമ്മ്യൂണിക്കബിൾ ഡിസീസാണ്. പിന്നെ നോക്കിയേ, ബഡ് റോട്ട് ഓഫ് കോക്കനട്ട്. നമ്മുടെ തെങ്ങുകളുടെയൊക്കെ കൂമ്പ് ചീഞ്ഞ് പോകുന്നത് കേട്ടിട്ടില്ലേ? കൂമ്പ് ചീയൽ, തെങ്ങിലെ കൂമ്പ് ചീയൽ എന്ന് പറഞ്ഞ രോഗമാണ് ബഡ് റോട്ട് ഓഫ് കോക്കനട്ട്. ഇത് ചെടികളിൽ വരുന്ന എന്താണ്? കമ്മ്യൂണിക്കബിൾ ഡിസീസാണ്. ഓക്കെ, അപ്പോൾ ചെടികളിൽ വരുന്ന അസുഖങ്ങൾ ഏതൊക്കെയാണ്? ബ്രൗൺ ലീഫ് സ്പോട്ട് ഡിസീസ് ഇൻ റൈസ്, മൊസൈക്ക് ഡിസീസ് ഇൻ പീ പ്ലാന്റ്സ്, ബഡ് റോട്ട് ഓഫ് കോക്കനട്ട്. ഇനി അടുത്തത് എൻക്വയർ അബൌട്ട് അതർ ഡിസീസസ് ദാറ്റ് അഫക്ട് പ്ലാന്റ്സ് ആൻഡ് ഓർഗാനിസംസ്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് സസ്യങ്ങളെയും ജന്തുക്കളെയൊക്കെ ബാധിക്കുന്ന മറ്റ് രോഗങ്ങളെക്കുറിച്ച് അന്വേഷിക്കാനാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അടുത്തത് ഹൈജീൻ ഹാബിറ്റ്സ് എന്ന് വെച്ചാൽ എന്തുവാ? ശുചിത്വ ശീലങ്ങൾ. നോക്കിക്കേ, ഈസ് ഇൻ പേഴ്സണൽ ഹൈജീൻ ആസ് ഇമ്പോർട്ടൻറ്റ് ആസ് എൻവയോൺമെൻറ്റൽ ഹൈജീൻ ഫോർ എ ഹെൽത്തി ലൈഫ് എന്ന് വെച്ചാൽ എന്തുവാ? ആരോഗ്യകരമായ ജീവിതത്തിന് പരിസര ശുചിത്വം പോലെ തന്നെ പ്രധാനമാണ് എന്ത്? വ്യക്തി ശുചിത്വം. അപ്പോൾ നമ്മുടെ വീടും പരിസരവും മാത്രം വൃത്തിയായിട്ടാൽ പോരാ അല്ലേ? നമ്മളും വൃത്തിയായിട്ടിരിക്കണം, നമ്മളും വൃത്തിയായി കുളിക്കണം, പല്ല് തേക്കണം അല്ലേ? നമ്മളും നല്ല വൃത്തിയായിട്ട് നടന്നെങ്കിൽ മാത്രമേ നമുക്ക് രോഗങ്ങളെ ഒഴിവാക്കി നിർത്താൻ പറ്റുകയുള്ളൂ. ലുക്ക് അറ്റ് സം ഹാബിറ്റ്സ്. താഴെ നമുക്ക് 2 ചിത്രങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ? നമ്മൾ ചിത്രം നോക്കിക്കേ, താഴെ നിന്നിട്ട് നോക്കിക്കേ. വിച്ച് ഓഫ് ദീസ് ആർ ഗുഡ് ഹെൽത്ത് ഹാബിറ്റ്സ്? ടിക്ക് ദം. ഇവയിൽ ഏതെല്ലാമാണ് നല്ല ആരോഗ്യശീലങ്ങൾ? നമ്മൾ നല്ല ആരോഗ്യശീലങ്ങൾ നോക്കി ടിക്ക് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വാഷ് ഹാൻഡ്സ് ഓൺലി ആഫ്റ്റർ മീൽസ്. ഭക്ഷണത്തിന് ശേഷം മാത്രമേ കൈ കഴുകാറുള്ളൂ. നല്ല ശീലമാണോ അത്? ഭക്ഷണത്തിന് ശേഷം മാത്രം കൈ കഴുകിയാൽ മതിയോ? അല്ല, ഭക്ഷണത്തിന് മുമ്പ് നമ്മൾ കൈ കഴുകണം. അപ്പോൾ അത് ബാഡ് ഹാബിറ്റ് അല്ലേ? ഗുഡ് ഹാബിറ്റാണോ? അല്ല, ഗുഡ് ഹാബിറ്റ് അല്ല അല്ലേ? ബാഡ് ഹാബിറ്റാണ്. ഓക്കെ, അപ്പം നമ്മൾ ഗുഡ് ഹെൽത്ത് ഹാബിറ്റ് മാത്രം ടിക്ക് ചെയ്താൽ മതി. ഓക്കെ, ബ്രഷ് ടീത്ത് എവരി നൈറ്റ് ആഫ്റ്റർ മീൽസ്. എന്താണ്? ദിവസവും രാത്രി ആഹാരശേഷം നമ്മൾ പല്ല് തേക്കണം അല്ലേ? പല്ല് തേക്കാറുണ്ട്. അത് ഗുഡ് ഹെൽത്ത് ഹാബിറ്റാണ്. ഓക്കെ, അടുത്ത് നോക്കിക്കേ. ഡു നോട്ട് ട്രിം ദ നെയിൽസ് ഓഫ് ഫീറ്റ് ആൻഡ് ഹാൻഡ്സ്. കൈകാലുകളിലെ നഖങ്ങൾ വെട്ടാറില്ല. അത് ബാഡ് ഹാബിറ്റാണ് അല്ലേ? അടുത്ത് നോക്കിക്കേ. യൂസ്
ഫുഡ് വെയർ വെൻ വാക്കിംഗ് ഔട്ട്സൈഡ്. ആ, പുറത്തിറങ്ങി നടക്കുമ്പോൾ ചെരുപ്പിടാറുണ്ട്. അത് ഗുഡ് ഹെൽത്ത് ഹാബിറ്റ് അല്ലേ? അതെ. അടുത്ത് ഈറ്റ് ഫ്രൂട്ട്സ് ദാറ്റ് ആർ നോട്ട് ബൈ ബേഡ്സ്. അല്ലേ, പക്ഷികളൊക്കെ കടിച്ചിട്ട പഴങ്ങൾ കഴിക്കാറുണ്ട്. അത് നല്ല ഹാബിറ്റാണോ? അല്ല, അത് മോശം ഹാബിറ്റാണ്. അടുത്തത് ഡു നോട്ട് കൺസ്യൂം സ്നാക്സ് ആൻഡ് ഡ്രിങ്ക്സ് കെപ്റ്റ് ഓപ്പൺ. ആ, തുറന്നു വെച്ച് വിൽക്കുന്ന പലഹാരങ്ങളും പാനീയങ്ങളും കഴിക്കാറില്ല. ആ, നല്ല ഹാബിറ്റല്ലേ? നല്ല ഹാബിറ്റാ. സ്പിറ്റ് ഇൻ പബ്ലിക് പ്ലേസസ്. പൊതുസ്ഥലങ്ങളിൽ തുപ്പാറുണ്ട്. അത് ബാഡ് ഹാബിറ്റാ. ബാത്ത് ഡെയിലി. എല്ലാ ദിവസവും കുളിക്കാറുണ്ട്. അത് നല്ല ഹാബിറ്റല്ലേ? ഓക്കെ. പ്രിപ്പയർ ആൻഡ് ഡിസ്പ്ലേ പോസ്റ്റേഴ്സ് റിലേറ്റഡ് ടു പേഴ്സണൽ ഹൈജീൻ ആൻഡ് എൻവയോൺമെൻറ്റൽ ഹൈജീൻ. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് വ്യക്തി ശുചിത്വവും പരിസര ശുചിത്വവും എന്നിവയുമായി ബന്ധപ്പെട്ട പോസ്റ്ററുകൾ തയ്യാറാക്കി പ്രദർശിപ്പിക്കാനാണ് പറയുന്നത്. അടുത്ത ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, താങ്ക് യു.